ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാ പ്രേക്ഷകരും ഓണത്തിന്റെ തിരക്കിലാണെന്നറിയാം. ഇന്ന് ഉത്രാടം. അപ്പോൾ ഉത്രാടപ്പാച്ചിലിന്റെ എന്താണ് പറയുക, വലിയ തിരക്കിലേക്ക് നമ്മുടെ നാടും നഗരമൊക്കെ മാറാൻ പോകുന്നൊരു സമയമാണ്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ആ തിരക്ക് കൂടുക. ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയി വിപണിയിലേക്ക് വരും, അല്ലെങ്കിൽ കടകളിലേക്ക് പോകും. അപ്പം അവിടെയൊക്കെ വലിയ തിരക്കായിരിക്കും. അതിനായി ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ വീടുകളിൽ തകൃതിയായി നടക്കുന്നുണ്ട് എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ ഇതൊരു ഉച്ച സമയമാണ്, അപ്പോൾ ഒന്ന് റിലാക്സ് ആവുന്ന സമയം കൂടിയാണ്. ഇത് കഴിഞ്ഞാലാണ് നമ്മൾ ആ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലേക്ക് പോകാൻ പോകും. അപ്പം ഓണത്തിൻ്റെ ആ ഒരു സുഖം അങ്ങനെ എല്ലായിടങ്ങളിലും ഇങ്ങനെ എത്തുന്നു. മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ആ ഓണത്തിൻ്റെ ആ സുഖം ഇങ്ങനെ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് ഓണത്തിനടുക്ക് പുട്ടുകച്ചവടവുമായിട്ടാണോ റൈഡിംഗ് റിപ്പോർട്ടർ വന്നത് എന്ന് ചോദിക്കേണ്ട. ഇന്നുമുണ്ട് നമുക്ക് ചില വിഭവങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ, ചിലയിടങ്ങളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ തുടങ്ങല്ലേ, ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ് വിത്ത് റൈഡിംഗ് റിപ്പോർട്ടർ. ഉച്ചയൂണിൻ്റെ സമയമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു യാത്ര പോകുന്നത് കൊല്ലത്തേക്കാണ്. അവിടെ രുചിയിടങ്ങൾക്ക് പ്രശസ്തമാണ് നാട് എന്നൊരു പൊതുവിലൊരു പറച്ചിലുണ്ട്. അപ്പോൾ അത് ശരിയാണോ നമുക്ക് നോക്കാം. രുചി വൈവിധ്യങ്ങൾ തീൻമേശകളിൽ വിളമ്പുന്ന ഒരു ഹിഡൻ സ്പോട്ട് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഒരിടത്തേക്കാണ് ആദ്യ യാത്ര. കൊല്ലം തഴുത്തലയിലെ രുചിക്കുടം, അവിടത്തേക്കാണ് നമ്മുടെ യാത്ര ആദ്യം പോകുന്നത്. അമ്മമാരുടെ കൈപുണ്യത്തിൽ തയ്യാറാകുന്ന പഴങ്കഞ്ഞിയും നല്ല നാടനൂണും കിട്ടും അവിടെ. കടൽ, കായൽ, മത്സ്യവിഭവങ്ങളുടെ സ്വാദിഷ്ടമായ ഒരിടം കൂടിയാണത്. കഴിക്കാതെ പോയാൽ നഷ്ടമാണ്. അത് പറയാതെ വയ്യ. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം, കൊല്ലത്തേക്ക്. നല്ല ഭക്ഷണം തിരക്കി ഇറങ്ങിയതാ. ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പം സമയമല്ല, ഞാനും കഴിക്കാം. എവിടെ നല്ല ഭക്ഷണം? നല്ല ഭക്ഷണം ഇവിടെ നമുക്ക് കുഴിമന്തി അങ്ങനെയുള്ള സാധനം വേണ്ട, നല്ല നാടനൂണ് മതി. നല്ല ഒരു വീട്ടിൽ പോയാലോ? വീട്ടിൽ ഏതാ? സൈദിന്റെ വീട്ടിലാണോ? അല്ല, ഒരു വീടുണ്ട് ഇവിടെ തഴുത്തല അമ്പലത്തിനുണ്ട്. ആണോ? ചേച്ചിമാരൊക്കെയാണ് അവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. അത് നല്ലതാ. ഈ പോയി നോക്കണ്ട, വാ വാ ഓ, ഞാൻ അതിനകത്ത് വരാം. എന്നാ വണ്ടി ഒതുക്ക്, വാ. ഓക്കെ ഓക്കെ, സൈഡ്. അങ്ങനെ നമ്മുടെ സജിത്ത് പറഞ്ഞ കടയിലാണ് രുചിക്കുടം. ഈ രുചിക്കുടത്തെ കുറിച്ചാണ് നമ്മളോട് നേരത്തെ സജിത്ത് പറയുന്നത്. സജിത്തെ, ഞാൻ ഈ ഭക്ഷണശാലയെ കുറിച്ച് ചോദിച്ചപ്പോഴേ ഈ രുചിക്കുടത്തെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്തായിരുന്നു? ഈ രുചിക്കൂടത്തിൽ നിന്ന് ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചിട്ടുള്ളവര് വീണ്ടും ഇവിടെ തന്നെ എത്ര വിശം തരുന്നാലും വീണ്ടും ഇവിടെ വന്നിട്ട് തന്നെ ഫുഡ് കഴിക്കുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ മെയിൻ വീട്ടിന്റെ ഒരു ആംബിയൻസ്. അതെ അതെ. ഒരു വീട്ടില് അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പം അമ്മമാരുടെ ഒരു കൈപുണ്യം അതിനകത്തുണ്ട്, ഒരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും തിരിച്ചിവിടെ തന്നെ വരുന്നത്. കഴിച്ചിട്ട് പറയാം നമുക്ക് ബാക്കി. അതെ, തീർച്ചയായിട്ടും നമ്മള് മീൻ കറിയാണ്, മീൻ ഐറ്റംസ് ആണ് ഇവിടെ കൂടുതൽ. കൊല്ലക്കാരുടെ സ്പെഷ്യൽ സാധനമാണ് മീൻ, അതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് ബാക്കി പറയാം. ആദ്യം നമുക്ക് ആ ഭക്ഷണപ്പുരയിലേക്ക് പോവാം. തടിഞ്ഞൂട് കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ വിലവിവര പട്ടിക അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കപ്പ, തലക്കറി, മീൻകറി, കക്കാത്തോരൻ, കണവ, കല്ലുമ്മക്കായ, ബീഫ് റോസ്റ്റ്, അയല, ചൂര, ചാള, നെത്തോലി, സിലോപ്യ, നെത്തോലി തോരനുണ്ട്, ഞണ്ട് റോസ്റ്റ് ഉണ്ട്. ഇത് കൂടുതലുള്ളത് കായൽ ഐറ്റംസാണ്. കായൽ ഈ കൊല്ലത്ത് പിന്നെ തീർച്ചയായിട്ടും കൊല്ലത്താണ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഇതിന്റെയൊക്കെ രുചി നുകരാനാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ. വന്ന് ഈ രുചിച്ചവരാരും പിന്നീട് ഇവിടെ വരാതെ പോയിട്ടില്ലെന്നാണ് മുമ്പേ സൈത്ത് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് ആ രുചിക്കൂട്ട് തയ്യാറാക്കുന്ന ഇടത്തേക്ക് പോകാം. ചേച്ചി, എങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ ഒരു പാചക രീതിയൊക്കെ? പാചക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടോടാണ് എല്ലാം കൊടുക്കുന്നത്. ഫ്രഷ് സാധനങ്ങൾ അപ്പോഴപ്പോഴും ചോദിക്കുമ്പോൾ അപ്പോഴപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് അപ്പോഴേ തന്നെ പാചകം ചെയ്ത് കൊടുക്കുന്നതാണ്. സ്ത്രീകളാണ് ഇതിന്റെ ഈ അടുക്കള മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് തോന്നുന്നു. അത് തന്നെ. എന്നാലും മറ്റേ അണ്ണന്മാരും എല്ലാം ഹെൽപ്പ് ചെയ്യും, എല്ലാത്തിനും ഉണ്ട്. ഈ അമ്മമാരുടെ ഒരു കൈപ്പുണ്യത്തിനകത്തുണ്ട്. അതിനകത്തുണ്ട്. അത് ഓരോരുത്തരെ സ്പെഷ്യൽ കണമ്പ്, ആവോലി, പിന്നെ സിലോപ്യ, അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ. ഊണാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പഴങ്കഞ്ഞി ഉണ്ട്, എന്നാലും ഊണ കൂടുതൽ.
പഴങ്കഞ്ഞി കഴിക്കുന്നവരുടെ അഭിപ്രായം എന്തുണ്ട്? പഴങ്കഞ്ഞിക്കും കുഴപ്പമില്ല, പഴങ്കഞ്ഞിക്കും നല്ല അഭിപ്രായങ്ങളാണ്. ഞങ്ങൾ മാവേലിക്കരയിൽ നിന്ന് വരുവാണ്. ഇതിപ്പോൾ വന്നപ്പം ജസ്റ്റ് ഒന്ന് കയറിയതാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ അതിൻ്റെ സ്പെഷ്യലൊക്കെ വാങ്ങിച്ചത് ആദ്യമായിട്ടാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ ഗാർഡൻ പണിയൊക്കെ ഉള്ളപ്പോൾ ഇവിടെ അവർ കഴിക്കും, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, നല്ല ഫുഡാണ്. എന്താ കഴിക്കാനുള്ളത് എന്തുള്ളത്? കഴിക്കാൻ നമുക്ക് ഇവിടെ കപ്പയുണ്ട്, ഊണുണ്ട്, പഴങ്കഞ്ഞിയുണ്ട്, പിന്നെ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ട്. 2 പഴങ്കഞ്ഞി 2 ഊണ്. സ്റ്റാർട്ടായിട്ട് 3.5 വർഷമായി. അപ്പം എനിക്ക് വേറെ ഫീൽഡാണ്. നമ്മൾ പുറത്തു പോയൊക്കെ കഴിച്ചുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊരു ആഗ്രഹം തോന്നി ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയാലോ ഒന്ന്. ഈ ഒന്നും പാക്കറ്റ് സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാം മുളകായാലും മല്ലിയായാലും എല്ലാം മേടിച്ച് അത് പൊടിപ്പിച്ച് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പാം ഓയിലിൻ്റെ പരിപാടിയൊന്നുമില്ല, ഫുള്ള് എല്ലാം വെളിച്ചെണ്ണയ്ക്കകത്തുള്ള പരിപാടികളാണ്. അങ്ങനെ തീർത്തും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവത്തിലാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊരിഞ്ഞ പോരാട്ടമായിരുന്നു, യാതൊരു സംശയമില്ല. മനോഹരമായ ഒരു ഊണായിരുന്നു. ഊണെന്ന് പറഞ്ഞാൽ ഈ കായൽ വിഭവങ്ങളും കടൽ വിഭവങ്ങളും കൂട്ടിയുള്ള സൂപ്പർ അല്ലേ? നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ടേസ്റ്റ്. സ്വാദിഷ്ടമായ ഭക്ഷണം, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തഴുത്തലയിലെത്തി ഒരു നേരമെങ്കിലും ഈ ഭക്ഷണം നിങ്ങൾ രുചിച്ച് നോക്കേണ്ടതുമാണ്. ക്യാമറാമാൻ അരുൺ എസ് ആറിനും ശ്രീകാന്തിനും സജിത്തിനുമൊപ്പം അരുൺ ഗ്യാസ് 24 കൊല്ലം.